audible? ഞാൻ audible ആണോ? Just let me know. Yes, sir. All right. Thank you so much. എന്നെ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? യെസ്. ഓൾ റൈറ്റ്. സോ നമുക്ക് നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കിഡിലൻ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സെഷന്റെ പ്രത്യേകത നമ്മളെല്ലാം ഇപ്പോഴും നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ പരമാവധി നമ്മളുടെ ലൈഫ്, നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നോളജ് ഷെയർ ചെയ്യാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ഒരു ദിവസമാണ്. സോ നിങ്ങൾ റെഡിയാണ്, എല്ലാവരും വീഡിയോയിൽ വരട്ടെ. പ്ലീസ് ക്ലിയർ വീഡിയോ. ഞാനിവിടെ വീഡിയോയിൽ ഉണ്ടെന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും വീഡിയോയിൽ വരിക. ബിക്കോസ് ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. അതാണ് നമ്മൾ ചെയ്യേണ്ട ശരിയായ രീതി. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക. അക്ബർ അലി, ഹായ്. How things are going? Amazing. Hope things are going amazing. Hi, Shahir. Thank you. Yeah, ma'am. Thank you so much. And Usman, Shakina, Nishab, Nidha, Jevin, Verghese. Jevin, please be here. Febna, Jasmine, okay, yeah. Marshi, Shiba, Aisha, Rashida, please be here. So, നമ്മളിന്ന് നൽകാൻ പോകുന്ന ഇന്നത്തെ ഈ ഒരു ഫ്രീ സെഷനിലേക്ക് നിങ്ങൾ വൺസ് അഗെയിൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആരംഭിക്കാം. പതിയെ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും റെഡിയാണ് എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. റെഡിയാണെന്നുണ്ടെങ്കിൽ അറിയിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും ഒരു എന്താ പറയാ റിക്വസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ടോട് കൂടി നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. Ready? Okay. If you are ready and excited, just comment down ready and excited. Just comment down ready and excited. Just comment down ready and excited. നമുക്കിപ്പോൾ ഏകദേശം 26. ഇതല്ല ആക്ച്വലി, ഇതിലേറെ കൂടുതൽ ആൾക്കാരുണ്ടാവുന്നതാണ് എല്ലാ സമയത്തും. I don't know what is happening. Just let me know what's going on. Okay. നിങ്ങൾ വരികയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആൻഡ് എക്സൈറ്റഡ്. ജസ്റ്റ് ഞാൻ ഒരു ഫയൽ തപ്പിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. നൗ ഹോപ്പ് യു ക്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഫുൾ സ്ക്രീൻ. യാ, ഗുഡ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ജസ്റ്റ് give me thumbs. Okay, very good. So basic requirements for a successful business. നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്ക് എന്ത് ആണ് നമുക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് എന്നാണ്. സോ ഡിസ്കവർ ദ ഫണ്ടമെന്റൽ പില്ലേഴ്സ് ദാറ്റ് സപ്പോർട്ട് ലാസ്റ്റിംഗ് ബിസിനസ് സക്സസ് അക്രോസ് സ്റ്റാർട്ടപ്സ്, SMEs ആൻഡ് എന്റർപ്രൈസസ്. വലിയ ബിസിനസ് ആണെങ്കിലും ശരി, ചെറിയ ബിസിനസ് ആണെങ്കിലും ശരി, സ്റ്റാർട്ടപ്സുകളാണെങ്കിലും ശരി, നമ്മളുടെ ആ ഒരു കറണ്ട് എന്താ പറയുക മാർക്കറ്റ് റിസർച്ച് ബേസ് ചെയ്ത് നമ്മൾ പ്രൂവൻ ബേസിക് ബിസിനസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എടുക്കാൻ പോകുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ റിക്വയർമെന്റ്സുകൾ, അതിലേക്കൊന്ന് പോകാം. ഫസ്റ്റ്, ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ സെഷൻസ് ജസ്റ്റ് ലെറ്റ് മീ നോ. കഴിഞ്ഞ സെഷൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നോ? യാ. നിലവിൽ എത്ര പേര് ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട്? ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്ത് കമന്റോ. എത്ര പേര് ബിസിനസ്സുകാരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യും. കമന്റ് ഡൗൺ. എത്ര പേര് നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്തവരുണ്ട്? അതൊന്ന് കമന്റ് ചെയ്യും. ബിസിനസ് ചെയ്യുന്നവര് എത്ര വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഒന്നുകൂടെ കമന്റ് ചെയ്തോളൂ. അതുകൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും. എത്ര വർഷമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്? Just comment down that as well. Okay.
റെഡി? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒരു പേനും പേപ്പർ എടുക്കുക. ജസ്റ്റ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. എല്ലാവരും പേനും പേപ്പർ എടുത്ത് എല്ലാവരും വീഡിയോയിൽ വരും. അറ്റ്ലീസ്റ്റ് ഹിയർ ഇൻ വീഡിയോ. ഈ ഒരു സെഷൻ നിങ്ങൾ വെറുതെ അറ്റൻഡ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലേക്ക് സ്ലൈഡ്സും കാര്യങ്ങളും റിസർച്ചും ഒക്കെ നടത്തി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സിലെ റിക്വയർമെന്റ്. നമ്മൾ സാർ ഇതിന്റെ റെക്കോർഡഡ് ഉണ്ടാവും. ഞാൻ ചെറിയൊരു ട്രാവലിംഗിലായിരുന്നു. റെക്കോർഡഡ് കേട്ടോണ്ടിരിക്കാമോ? സാധ്യത വളരെ കുറവാണ്. കേട്ടോണ്ടിരിക്കാലോ അല്ലെ? എനിക്ക് നോട്ടും ഇതൊക്കെ എടുത്ത് എഴുതാൻ കഴിയില്ല, ചെറിയ ട്രാവലിംഗിലായിരുന്നു. ഓക്കെ, കേട്ടോണ്ടിരിക്കാലോ അല്ലെ? കേട്ടോണ്ടിരുന്നോളൂ. സോ എഴുതാനുള്ള സാധ്യതകളുണ്ട്, അതിലേക്കൊന്ന് വരാം. ഓക്കെ, റെഡി? കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. സോ ബാക്കിയുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു എന്താ പറയുക ഫൈനൽ ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോളുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിക്വയർമെന്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ഗോളുകൾ എന്താ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗോളുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ റിക്വയർമെന്റ് സെറ്റ് ചെയ്യുക. ആ റിക്വയർമെന്റ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. റെഡിയാണല്ലോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഗോളുകൾ എന്താ? അപ്പോൾ അത് എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? വാട്ട് യു വാണ്ട് ടു ബിൽഡ്, വാട്ട് യു വാണ്ട് ടു ക്രിയേറ്റ്? അടുത്തൊരു 5 വർഷത്തിനുള്ളത് പേന പേപ്പർ എടുക്കുക, ഒന്ന് എഴുതും. അടുത്ത 5 വർഷത്തിൽ നിങ്ങൾക്ക് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്? 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, നിങ്ങൾ എന്തിനാണ് ബിസിനസ്സിലേക്ക് വന്നത്? ജസ്റ്റ് അതൊന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ വാട്ട് യു വാണ്ട് ടു ബിൽഡ്, നിങ്ങൾക്ക് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്? അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്താണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത്? സാർ എഴുതാനാണോ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനാണോ, എന്താണ് വെച്ചത്? നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. എഴുതുക. നിങ്ങളുടെ എന്താണ് എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് കമന്റ് ആവും. എഴുതി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കമന്റ് ചെയ്യാം, എഴുതി കഴിഞ്ഞു എന്നുള്ള രീതി. എല്ലാവരും എഴുതണം. ഓക്കെ, എന്താണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടത്? അഞ്ച് വർഷത്തിനുള്ളിൽ എന്താണ് വേണ്ടത് ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യല എഴുതുക കേട്ടോ. എത്ര സ്റ്റാഫ് വേണം, എത്ര പ്രോഡക്ട്സ് വേണം, എത്ര ബ്രാഞ്ചുകൾ വേണം, എത്ര ടേൺ ഓവർ വേണം? ജസ്റ്റ് ഹാവ് എ ക്ലാരിറ്റി. എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഡിഫൈൻ ദാറ്റ് ഫസ്റ്റ്. എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഇതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ലെറ്റ് മീ നോ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് പറയുക, ഡൺ എന്ന് പറയട്ടോ. കമന്റ് ചെയ്യുക. എല്ലാവരും എഴുതുന്നുണ്ടോ? ചുമ്മാ ഇരിക്കരുത്. ഈ ഒരു സെഷൻ വെറുതെ കേട്ടിരിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുന്ന സെഷനാണ്. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന സെഷനാണ്. സോ ഡോണ്ട് ഫർഗെറ്റ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം?
എക്സസൈസ് മസ്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഇന്റൻഷൻ അതാണ്. നിങ്ങൾക്ക് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്? എത്ര വെൽത്ത് ബിൽഡ് ചെയ്യണം? എത്ര സമ്പത്ത് ഉണ്ടാവും? എത്ര കോടികൾ സമ്പാദിക്കണം? കോടികൾ കുറഞ്ഞ പരിപാടികൾ വേണ്ട. ഓക്കെ, 5 കോടി, 10 കോടി, 100 കോടി, 1000 കോടി, വട്ട് എവർ ഇറ്റ് ഇസ്, അത് ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഓക്കെ, നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട. യു ക്യാൻ ബിൽഡ് ഇറ്റ് ബിക്കോസ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ആരായിത്തീരും, എന്തായിത്തീരും, നിങ്ങൾക്ക് ഒരു ഐഡിയ. യു ഹാവ് നോ ക്ലൂ നിങ്ങൾ എവിടെ എത്തിച്ചേരും എന്നുള്ളത്, നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. കാരണം അത് എൻ്റെ ലൈഫിൽ എക്സാമ്പിൾസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ബിക്കോസ് ഞാനൊരു ഒരു കടയിൽ, പലർക്കും അറിയാം എന്നാലും പറയാം, ഒരു കടയിൽ ജസ്റ്റ് ഒരു ലൈം ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് സ്വപ്നം കണ്ടതാണ്. 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ എം കോച്ചിങ് പീപ്പിൾ, ഐ എം മേക്കിംഗ് ലോട്ട് ഓഫ് മണി ആൻഡ് ഐ എം ലിവിങ് ദ ലൈഫ് ഐ ഹാവ് ഡ്രീംഡ്. ഞാൻ ആഗ്രഹിച്ചത് പല കാര്യങ്ങളും നേടിയിട്ടുള്ള എൻ്റെ ഡ്രീം ലൈഫ്, അല്ലെങ്കിൽ പലതും നേടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇപ്പോഴുള്ളത്. അന്നത്തെ അവസ്ഥ വെച്ച് നോക്കും, അന്നത്തെ ഡ്രീം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഐ ഹാവ് അച്ചീവ്ഡ്. ഓക്കെ, സോ വാട്ട് യു വാണ്ട് ടു ബിൽഡ്, വാട്ട് യു വാണ്ട് ടു ബിക്കം, ഹൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് യു വാണ്ട് ടു ബിൽഡ് ചെയ്തില്ല, എന്തൊക്കെയാണ് ബിൽഡ് ചെയ്യേണ്ടത്? ഹൂം യു വാണ്ട് ടു ബിക്കം, നിങ്ങൾക്ക് ആരായി തീരണം? ഒരു ബിസിനസ്മാനായി തീരണം, ഒരു കോടീശ്വരനായി തീരണം, ഒരു ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി തീരണം. ഞാൻ ബേസിക്കലി ഒരു കോച്ചാണ്, കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഐ എം എ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നു. ഐ എം എ ഹീലർ ആസ് വെൽ. സോ എൻ്റെ ആദ്യത്തേത് ഉണ്ടായിരുന്ന എനിക്കൊരു ട്രെയിനർ ആവുന്നതായിരുന്നു. ട്രെയിനറിൽ നിന്ന് പിന്നീട് ഷാല ബിക്കെയിം എ കോച്ച് ആൻഡ് മെന്റോർ, ആൻഡ് നൗ മൈ കോർ ഏരിയ ഇസ് ഹീലർ. അപ്പോൾ ഒരു ഹൈലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഹീലർ ആയിട്ട് ഒരുപാട് പേരുടെ ലൈഫ് ഹീൽ ചെയ്തിട്ടുള്ള, ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളത് എൻ്റെ ഗോൾ. ബട്ട് ഹൂം യു വാണ്ട് ടു ബിക്കം, നിങ്ങൾക്ക് അറിയുന്നതാണ്. ആൻഡ് എ ബിസിനസ് ലീഡർ ആസ് വെൽ, നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്? ഈ ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് ആരായി തീരണം. കാരണം ബിസിനസ് ചെയ്താൽ മാത്രം പോരാ, പൈസ ഉണ്ടാക്കിയാൽ മാത്രം. നമ്മൾ ആരാവണം, നമ്മളെങ്ങനെ അറിയപ്പെടണം, നമ്മളെ മറ്റുള്ളവരെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം. ക്ലിയർ? നമുക്ക് കൊണ്ടൊന്നൂടെ? അപ്പം അതൊന്ന് എഴുതി കഴിഞ്ഞിട്ടൊന്ന് അറിയിക്കും കേട്ടോ. ഇതാണെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ.
ഹലോ, എഴുതി കഴിഞ്ഞോ? വാട്ട് യു വാണ്ട് ടു ബിൽഡ് എന്നുള്ള സംഗതിയിൽ എഴുതി കഴിഞ്ഞവരെന്ത് ചെയ്യുക, അറിയിക്കുക. കേട്ടാണ്, വെരി ഗുഡ്. സോ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഇപ്പം നിങ്ങൾ വരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് ആ ഒരു ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ അച്ചീവ് ചെയ്യും? സോ ഫോർ ദാറ്റ് വി നീഡ് എ പ്ലാൻ. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ പ്ലാനിൻ്റെ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് വരുന്നത്, ദാറ്റ് ഐ വിൽ ബി ടോക്കിങ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയായിരിക്കും റിക്വയർമെൻറ്റ് വരുന്നത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ടു ഡു ദ ബിസിനസ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. യാ, ഓക്കെ, 1 minute. Let's begin. Okay. കുഴപ്പമില്ല, പൊയ്ക്കോളൂ, കുഴപ്പമില്ല. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത്, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിയർ സ്ട്രാറ്റജിക് ഫോക്കസ് ആണ്. എന്താണ് ക്ലിയർ സ്ട്രാറ്റജിക് ഫോക്കസ്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. ആ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിഫൈൻഡ് വിഷൻ ആണ്. നമുക്കൊരു വിഷൻ ഉണ്ടാവണം, വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ടാവണം. എ കമ്പല്ലിംഗ് വിഷൻ ഗൈഡ്സ് എവറി ഡിസിഷൻ ആൻഡ് ആക്ഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓരോ വിഷനും, ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഓരോ തീരുമാനങ്ങളും, നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ തീരുമാനങ്ങളും ആ വിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് തോന്നിയ രൂപത്തിൽ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ട് സാധാരണ പല ആൾക്കാരും ചെയ്യുന്ന ഒരു രീതി അവർക്ക് തോന്നിയ രൂപത്തിൽ, അതുകൊണ്ട് തന്നെ തോന്നിയവാസം എന്നാണ് ബിസിനസ് എന്നുള്ള രീതിയിലാണ്. ബാത്റൂം പോകുമ്പോൾ എന്തെങ്കിലും തോന്നും, കുളിക്കുമ്പോൾ എന്തെങ്കിലും തോന്നും. ഇവിടെ ഓൾറെഡി എത്ര പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ, ഷ്മി എന്ന് കമൻറ്റ് ചെയ്തേ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഷ്മി എന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എത്ര പേരുണ്ട് നോക്കാം. ഓക്കെ, വി ക്യാൻ ഗോ ഫോർ ലൈക്ക് ഒരു വോട്ടിംഗിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ. ബിസിനസ്സിൽ നമ്മൾ എത്ര പേര് ഇപ്പോൾ നിലവിൽ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങളുടെ പലപ്പോഴും ഗിരിജ മാം ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, വേറെ ആരും ഇല്ലേ? വേറെ ആരും ബിസിനസ് ചെയ്യുന്നില്ല? എത്ര ആൾക്കാരിനുള്ളൂ? 4 പേരിനുള്ളൂ? അതോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞ പോലെ വയറ് നിറച്ച് കിട്ടണോ ഒന്ന് നന്നാവാൻ? അതായത് ഒരു കമൻറ്റ് ചെയ്യാൻ വരെ മടിയാണ്, ഒരു കമൻറ്റ് ചെയ്യാൻ വരെ മടിയാണ്. കാരണം കമൻറ്റ് വരെ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ എടോ ഇതിലും വലിയ പ്രയാസമോട് ബിസിനസ് ചെയ്യാൻ, അവിടെ പുറത്തു പോയിട്ട് ബിസിനസ് ചെയ്യാൻ. ഒരു ബട്ടൺ അമർത്തിയിട്ട് ഒരു റെസ്പോൺസ് അറിയിക്കാൻ നിങ്ങൾക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കംപ്ലീറ്റ്ലി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിയൽ ആയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ പലപ്പോഴും എന്താകും, നമുക്ക് തോന്നിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ കാണും, എക്സൈറ്റഡ് ആവും. അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, എക്സൈറ്റഡ് ആവും. പോയിട്ട് എന്ത് ചെയ്യും, പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ തന്നെ ടീം മെമ്പേഴ്സിനോട് പോയി പറയുന്നത്, ഓക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു തോട്ട് പ്രോസസ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ചാടിക്കയറി ചെയ്യാൻ നോക്കും. പലപ്പോഴും ആ ഡിസിഷൻസ് നമ്മുടെ വിഷനായിട്ട് അലൈൻഡായിരിക്കും. നമ്മളുടെ ഡിസിഷൻസ് ഒരിക്കലും, നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻ, നമ്മുടെ കമ്പനിയിൽ നടപ്പിലാക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ഒരു എന്താ പറയുക, എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതൊരു കാരണവശാലും എന്ത് സംഭവിക്കരുത്, അടുത്തൊരു പ്രോബ്ലത്തിന് കാരണമാവരുത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഒരു പ്രോബ്ലത്തിന് അത് കാരണമായി മാറരുത്. അപ്പൊ അടുത്ത പ്രോബ്ലത്തിന് അത് കാരണമായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബിസിനസ് വീണ്ടും സ്ട്രഗിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന ഡിസിഷൻ അലൈൻഡ് ആണോ, സ്ട്രാറ്റജിക്കലി വിഷൻ ഓറിയന്റഡ് ആണോ, നമ്മുടെ വിഷനുമായിട്ട് അലൈൻഡ് ആണോ? സ്ട്രാറ്റജിക്കലി അലൈൻഡ് അല്ലാത്ത ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് എന്തെങ്കിലും പാളിണ്ടാവും. അപ്പോൾ അധികം ആൾക്കാർ, സാധാരണക്കാർക്ക് വിഷൻ ഇല്ലാത്തത് കൊണ്ട് തോന്നിയ പോലെയാണ്, ഓരോരോ തോന്നലിനനുസരിച്ച്
വിഷൻ എന്താ? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ബിസിനസ് മാറ്റരുത്. ബിസിനസ് ഇറ്റ് സെൽഫ് ആൻ എൻറ്റിറ്റി, അത് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ളൊരു സംഗതിയാണ്. അതിൽ വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷൻ അനുസരിച്ച് കറക്റ്റ്. എന്താണ് വിഷൻ? വിഷൻ എന്ന് പറയുന്ന ഒരു ബിഗ് പിക്ചറാണ്. ഒരു ലോങ് ടേമിൽ നമ്മൾ കാണേണ്ട ഒരു ബിഗ് പിക്ചറാണ്. ആ ബിഗ് പിക്ചർ എന്ന് പറയുന്നത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ 2030 2020 വിഷൻ, 2030 വിഷൻ, 2020 അല്ല 2030 വിഷൻ, 2027 വിഷൻ, 2028 വിഷൻ, 2025 വിഷൻ, നിങ്ങളുടെ എന്താണ്? ആ വിഷനിലേക്ക് മാച്ച് ആവുന്ന തീരുമാനങ്ങൾ മാത്രം ബിസിനസ്സിൽ എടുക്കുക. അല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ബിസിനസ്സിൽ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. വ്യക്തമായിട്ട് ഒരു വാല്യൂ ഉള്ള ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് വാല്യൂ ഉള്ള ഒരാളായി. ആ വാല്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ തോന്നുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം, എൻ്റെ ബിസിനസ് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം. എൻ്റെ ബിസിനസ് വിഷൻ ഓറിയന്റഡ് ആയിട്ട് പോകണം, അല്ലാതെ എൻ്റെ ഇൻഡ്യൂഷൻ ഓറിയന്റഡ് ആവരുത്, എൻ്റെ മൂഡ് ഓറിയന്റഡ് ആവരുത്. അധികം ആൾക്കാരുടെയും ബിസിനസ് എന്ന് പറയുന്നത് അവരുടെ മൂഡ് ഓറിയന്റഡ് ആയി. സർ, നല്ല മൂഡ് ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യും, നല്ല മൂഡ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യും, നല്ല മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യും, നല്ല മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്യും. നോ, അതല്ല. മറിച്ച് എന്താ വേണ്ടത്? ബിസിനസ് ഇതാണ് എൻ്റെ ബിസിനസ്, ഇത്രയാണ് എൻ്റെ ടേൺ ഓവർ ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇത്രയും ചെയ്തിട്ടില്ല എനിക്ക് നഷ്ടമാണ്, ഇനി കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടതുണ്ട്, ഇനി രാവിലെ എണീക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ആ വിഷനിലേക്ക് കറക്റ്റായിട്ട് 2030 ആകുമ്പോൾ എൻ്റെ കമ്പനി ഇങ്ങനെ ആവണം, 2025 2027 ആകുമ്പോൾ കമ്പനി ഇങ്ങനെ ആവണം, ഈ രൂപത്തിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിലും അതിലേക്കും കൂടെ ചിന്തിച്ചിട്ട് 2027 വേണ്ടിയിട്ട് ഞാൻ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആലോചിച്ചിട്ടാണ് എടുക്കുന്നത്. അല്ല എൻ്റെ മൂഡിനെ ബേസ് ചെയ്തിട്ടോ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടോ താൽക്കാലികമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പല ഡിസിഷൻസും പലപ്പോഴും ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നു? ആക്സിഡന്റിലേക്ക് നയിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ ബിസിനസ് എന്ന് വെച്ചാൽ ആക്സിഡന്റിന് കാരണമാകുന്നു. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ ബിസിനസ്സുകൾ എന്ന് വെച്ചാൽ ആക്സിഡന്റിന് കാരണമാവരുത്. ബിസിനസ്സുകൾ എപ്പോഴും എന്തായിരിക്കണം? കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷനിലേക്ക്. അപ്പൊ നിങ്ങളുടെ എടുക്കുന്ന തീരുമാനം അടുത്തൊരു തകർച്ചയ്ക്കോ പ്രയാസത്തിനോ ബുദ്ധിമുട്ടിനോ ആവരുത്. ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തത് എന്താണ് പറയുന്നത്? ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് പ്ലാനിങ്. റെഗുലർ സ്ട്രാറ്റജി അപ്ഡേറ്റ്സ് എൻഷുർ. നിങ്ങൾ അടുത്ത് ചെയ്യണം, ഒരു വിഷൻ വേണം. വിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക, വിഷൻ എഴുതണം ഞാൻ. ഓക്കെ. സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയും? അതെന്താണ്? റെഗുലർ സ്ട്രാറ്റജി അപ്ഡേറ്റ്സ് എൻഷുർ റിസോഴ്സ് അലൈൻ വിത്ത് ഇവോൾവിംഗ് ബിസിനസ് ഗോൾ. നമ്മുടെ വിഷൻ ഉണ്ടല്ലോ, ആ വിഷനുമായിട്ട് അലൈൻഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് റിസോഴ്സസ് നമുക്കുണ്ട്, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്ന് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തണം. കറക്റ്റ് ആണോ കാര്യങ്ങൾ പോകുന്നത്? എല്ലാ മിസ്റ്റേക്സുകളുണ്ടോ? പോരായ്മകളുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത എന്താ? ലീഡർഷിപ്പ് ഡയറക്ഷൻ. ബിസിനസ്സിന് അടുത്ത ആവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ഡയറക്ഷൻ. അത് മസ്റ്റാണ്. നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾ ഒരു ലീഡറാണ്, എത്ര കണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രോങ് ലീഡേഴ്സ് കണക്ട് ലോങ് ടൈം ഒബ്ജക്റ്റീവ് വിത്ത് ഡെയിലി ഓപ്പറേഷൻ ചോയ്സസ്. അതായത് നല്ല ലീഡർമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ് ലീഡർമാരുടെ പ്രത്യേകത ലോങ് ടൈം ഒബ്ജക്റ്റീവിനെ ഡെയിലി ഓപ്പറേഷൻ ചോയ്സസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, വിഷനിലേക്ക് നമ്മൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും എന്ത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയി. ഇതാണ് എനിക്ക് ബിൽഡ് ചെയ്യേണ്ടത്. തോന്നിയത് ചെയ്യരുത്. എനിക്ക് 1 കമ്പനി മതി, ഒരൊറ്റ കമ്പനിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അധികം ആൾക്കാരുടെ ബിസിനസ് എന്താ പരാജയപ്പെടുന്നത്? അവർക്ക് ഒന്നിലധികം പ്രോജക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് അക്കരയ്ക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അടുത്ത പരിപാടി തുടങ്ങും. കാരണം എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ നല്ലൊരു അവസരം വന്നു, നല്ല ഓപ്പർച്യൂണിറ്റി വന്നു. ഓപ്പർച്യൂണിറ്റികൾ പലതും വരും, അതിനോടൊന്നും എക്സൈറ്റഡ് ആവരുത്. സ്റ്റേ ടു യുവർ വിഷൻ. സ്റ്റേ റിയലി ലോയൽ ടു യുവർ കോർ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം? വിഷനിൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ പ്രോബ്ലം നമ്മുടെ വിഷനിൽ ഫോക്കസ്ഡ് അല്ല എന്നുള്ളത്. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? യെസ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്താലോ, ഇത് ചെയ്താലോ, അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താലോ. തിങ്കിങ് ആണ്. ഡോണ്ട് തിങ്ക്. ഓൾറെഡി തിങ്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഓൾറെഡി വിഷൻ ഉണ്ട്. ക്രിയേറ്റ് പ്ലാൻ, വർക്ക് ഫോർ ഇറ്റ്. നത്തിങ് എൽസ്. ന്യൂ പ്ലാൻ അല്ല, ന്യൂ ബിസിനസ് അല്ല, ന്യൂ ഐഡിയ അല്ല, സംഗതികളല്ല. ഈ ബിസിനസ്സിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിക്സ് ഇറ്റ്.
ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഓൺ CLR. ജസ്റ്റ് കമന്റ് ഓൺ CLR എന്ന് കമന്റ് ചെയ്യുക. Yeah. അപ്പൊ അധികം ആൾക്കാരുടെയും ബിസിനസ്സിലുള്ള പ്രോബ്ലം, ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഓൺ വൺ തിങ്. ഒരു കാര്യത്തിലല്ല, ഒരു വിഷനിലല്ല ഫോക്കസ് ചെയ്യുന്നത്. ഡെയിലി പല കാര്യങ്ങളും പലതും തോന്നിയ രൂപത്തിൽ ചെയ്യുന്നു. വിഷനിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നോക്കിക്കൊണ്ട് മാത്രമാവരുത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആണോ? സോ അടുത്തത് നമുക്ക് നോക്കാം. സോ ലീഡർ ഡിറക്ഷനെ കുറിച്ച് പറഞ്ഞു. അടുത്ത എന്താ? ബിൽഡിംഗ് ദ റൈറ്റ് ടീം ആൻഡ് കൾച്ചർ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, കമ്പനിയിൽ എപ്പോഴും റിട്ടൻഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ജോലിക്കാർ നമ്മുടെ കൂടെ എത്ര കാലം നിൽക്കുന്നു, പ്രൊഡക്ടിവിറ്റി, അവരുടെ പ്രൊഡക്ടിവിറ്റി കറക്റ്റ് ആവണം, അവരെപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം. കസ്റ്റമേഴ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ടുണ്ടാവണം. ഇത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇന്നോവേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നല്ല പ്രൊഡക്ടിവിറ്റി, നല്ല റിട്ടൻഷൻ, ഇത് നമ്മൾ കറക്റ്റായിട്ട് ബിൽഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതെന്തിൽ നിന്നുണ്ടാവുന്നതാണ്? നല്ലൊരു റൈറ്റ് ടീമും അതിന് ബേസ് ചെയ്തിട്ടുള്ള കൾച്ചറും. എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് പറയുന്നത് ടീം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം മടിയന്മാരായിട്ടുള്ള കുറേ ടീം മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉഴപ്പന്മാരാണെന്നുണ്ടെങ്കിൽ, അവിടേക്ക് പുതിയൊരു മെമ്പർ വന്നു കഴിഞ്ഞാൽ അയാൾ എന്താകും? അയാളും ഉഴപ്പനായി പോകും. സാറോ? അപ്പൊ നിലവിലുള്ള കൾച്ചറാണ് അതാ പറയുന്നത്. അവിടെയുള്ള സംസ്കാരം എന്താണ്? അപ്പൊ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സംസ്കാരം എന്താണ്? നിങ്ങൾ എത്ര കണ്ട് കമ്മിറ്റഡ് ആണ്? നിങ്ങൾ എത്ര കണ്ട് കറക്റ്റ് നേരത്തെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്? നിങ്ങൾ എത്ര കണ്ട് ഷെയറായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്? അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. ക്ലിയർ ആണോ? ടീം മെമ്പേഴ്സും നമ്മുടെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? ദയവ് ചെയ്ത് അജ്മൽ ഖാൻ പ്ലീസ് ഡോണ്ട് മ്യൂട്ട്. ഓക്കെ, ഡോണ്ട് അൺമ്യൂട്ട്. ഓക്കെ, മ്യൂട്ട് യുവർസെൽഫ്. താങ്ക് യു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ടീം കൾച്ചർ കറക്റ്റ് ആക്കുക, റൈറ്റ് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക. നമുക്ക് 2 ടീമുണ്ട്, ഡ്രീം ടീമും ഉണ്ട്, അനോയിങ് ടീമും ഉണ്ട്. ചില കമ്പനികൾ, വിജയിക്കാത്ത പരാജയപ്പെടുന്ന കമ്പനികളിലെല്ലാം ഉള്ളത് അനോയിങ് ടീമാണ്, ഇറിറ്റേഷനാണ്. അവരോട് എത്ര പറഞ്ഞാലും ജോലി കറക്റ്റായിട്ട് ചെയ്യില്ല, മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടേയിരിക്കും. അവർ കറക്റ്റായിട്ട് അവർക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല, അവരോട് നിരന്തരം വഴക്ക് കൂടേണ്ടി വരും. എത്ര പേർക്കുണ്ട് അങ്ങനെ? സ്വന്തമായിട്ട് ടീമുണ്ട്, പറഞ്ഞാൽ കേൾക്കില്ല, ജോലിക്കാരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. എത്ര പേര് അങ്ങനെ ഉണ്ട്? സോറി, ഒന്ന് കമന്റ് ചെയ്തു. പറഞ്ഞാൽ കേൾക്കില്ല, കാരണം റൈറ്റ് ടീം ഇല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ ബിസിനസ്സിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്കുണ്ടോ റൈറ്റ് ടീം? അതായത് ചലഞ്ചിങ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ്, ഇറിറ്റേറ്റിംഗ് ടീം മെമ്പേഴ്സ്, അനോയിങ് ടീം മെമ്പേഴ്സ്. ചില ടീം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം പറയാം, ടീം ഇല്ലാതെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നാണോ ടീമിനെ ബിൽഡ് ചെയ്യുന്നത്, എത്താണോ റിസ്ക് എടുക്കുന്നത്, അന്ന് മുതൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യും. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാം. അധികം ആൾക്കാരൊന്നും ചോദിച്ചാൽ റിസ്ക് എടുക്കില്ല, ടീമിനെ ബിൽഡ് ചെയ്യില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യാം, അത്രയും പൈസ എനിക്ക് എടുക്കാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഒരു കാര്യം പറയാം, ബിസിനസ് എന്ന് പറയുന്ന റിസ്ക് എടുക്കുന്നവർക്കുള്ളതാണ്. ടേക്ക് റിസ്ക്. നിങ്ങൾക്ക് ഒരാളെ ജോലിക്ക് വെക്കാൻ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അതിനുള്ള റിസ്ക് എടുക്കാനുള്ള ഗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ബിൽഡ് ദ ടീം. എപ്പോഴും ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ അവർക്ക് വരുമാനം കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാലറിഡ് ആണെന്നില്ല. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ആളെടുക്കാം, അവർക്ക് സാലറി കൊടുക്കണം എന്ന് പോലും നിർബന്ധമില്ല. അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. രണ്ടാമത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കണ്ടീഷൻസ് പറയാം, നിങ്ങൾ കൂടെ വർക്ക് ചെയ്തോളൂ, വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി തരാം. ഓരോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഓരോ വർക്ക് ചെയ്ത് കസ്റ്റമറുടെ അടുത്ത് പോയി ആ പേയ്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സാലറി തരാം. സെയിൽസിൽ നിങ്ങൾക്ക് അങ്ങനെ ആളെ എടുക്കാം, നോ ഇഷ്യൂ. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിന് എന്താ വെച്ചാൽ അവർക്ക് റിസൾട്ടിന് കൊടുത്താൽ മതി പേയ്മെന്റ്. പല വഴികളുണ്ട്, അങ്ങനെ ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ റിസ്ക്, വലിയ പെയിൻ ഇല്ലാതെ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, നിങ്ങൾ എന്തായാലും പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്യണം. റെഡിയാണോ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ടീമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ബിൽഡ് ചെയ്യാനില്ല. ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈറ്റ് ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യണം.
ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനോയിങ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം പോകും, നിങ്ങളുടെ പൈസ പോകും, നിങ്ങളുടെ ഒരുപാട് എനർജി പോകും, എല്ലാം വേസ്റ്റ് ആവും. ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി വേണം. എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. ആരെയാണ്, അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എഴുതി വെക്കണം, അയാളുടെ എക്സ്പീരിയൻസ് എഴുതി വെക്കണം, അയാളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ് വേണ്ടത്, അയാൾക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഉണ്ടായിരിക്കണം, അയാൾക്ക് എന്തെല്ലാം നോളജ് ഉണ്ടായിരിക്കണം, അയാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അയാൾക്ക് കണക്ഷൻസ് ഉണ്ടാവണോ വേണ്ടിയോ, അയാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയായിരിക്കണം, അയാളുടെ തിങ്കിങ് രീതി എങ്ങനെയായിരിക്കണം, എന്തൊക്കെ സ്കില്ല് അയാൾക്ക് വേണം. റീഡിങ് സ്കില്ല് വേണം, മെമ്മറി പവർ സ്കില്ല് വേണം, ഇനി അതല്ല അയാൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ല് വേണം, മാനേജ്മെന്റ് സ്കില്ല് വേണം, പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വേണം, സെയിൽസ് സ്കില്ല് വേണം, മാനേജറിയൽ സ്കില്ല് വേണം, ഫൈനാൻഷ്യൽ സ്കില്ല് വേണം. വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ ഹി നീഡ്സ്, ഡിഫൈൻ ദാറ്റ്, ദെൻ ഓൺലി റിക്രൂട്ട്. അത് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അത് മാത്രം പോരാ. റിക്രൂട്ട് ചെയ്തിട്ട് വെച്ചാൽ അവനൊരു ഓഫർ ലെറ്റർ കൊടുക്കണം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം, അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇതിന് പുറമെ പ്രോസസ്സ് ബിൽഡ് ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളതിന്റെ പ്രോസസ് സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുക്കണം. ആ പ്രോസസ്സ് ബിൽഡ് ചെയ്യണം. പ്രോസസ്സ് ബിൽഡ് ചെയ്തിട്ട് അത് മാത്രമല്ല അതിലേക്ക് എന്താ വെച്ചാൽ പോളിസീസ് പറഞ്ഞു കൊടുക്കണം. ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പോളിസീസ്. അതിന് ഇതൊക്കെ പാലിക്കണം എന്നുള്ള പോളിസീസ് പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രൊസീജിയേഴ്സ്, ഓരോ സ്റ്റെപ്സുകളും ആദ്യം എന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം എന്നുള്ള പ്രോസസ്സ് പഠിപ്പിച്ചതിന് ശേഷം ആ ഓരോ സ്റ്റെപ്സുകളും ഇൻഡെപ്തിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അയാളുടെ KPI ആൻഡ് KRA ഡിഫൈൻ ചെയ്യണം. എന്താണ് കീ റിസൾട്ട് ഏരിയ, KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡെക്സ് ഏരിയ, കീ പെർഫോമൻസ് KPI ഇൻഡെക്സ്, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, I do, you watch, you do, I watch, and you do report randomly, so immediately, and you do report daily, and you do report weekly, and do the same with your subordinates. This is the this is the delegation process. ഈ രൂപത്തിലാണ് അവർക്ക് എന്തെങ്കിലും പണി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് ഏൽപ്പിച്ചതിന് ശേഷം വൺസ് എ വീക്ക് അയാളുമായിട്ടിരിക്കണം, അയാളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം, ചെക്ക് ചെയ്യണം. വീണ്ടും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അയാൾക്ക് വേണ്ട റിസോഴ്സുകൾ, ട്രെയിനിങ്ങുകൾ, കോൺസെപ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾക്ക് അവൈലബിൾ ആക്കേണ്ടത്, ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ, ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും നല്ല സിസ്റ്റംസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഇതിനുശേഷം ഇയാൾ എന്ത് ചെയ്യണം, ഇയാളുമായിട്ട് മന്ത്ലി ബേസിൽ ഇരിക്കണം. ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അയാളുടെ പ്രോഗ്രസ് വീണ്ടും അനലൈസ് ചെയ്യണം, വീണ്ടും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കണം. തിയറട്ടിക്കൽ ട്രെയിനിങ് വേണം, പ്രാക്ടിക്കൽ ഫീൽഡിൽ ട്രെയിനിങ് കൊടുക്കണം. This is how you build a right person, recruit and appoint the right person. റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അപ്പോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യണം. ഇതിനൊക്കെ പുറമെ എന്ത് ചെയ്യണം, അയാൾ പിന്നെയും അയാൾ എന്ത് ചെയ്യണം, മിസ്റ്റേക്സ് വരുത്താണെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം. അതിന് വേണ്ടി പണിഷ്മെന്റ് പോളിസി വേണം. നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, റിവാർഡ്സ് കൊടുക്കണം, റിവാർഡ് പോളിസി വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ നീ എന്ത് ചെയ്യണം, തീരെ പെർഫോമൻസ് നന്നാവുന്നില്ല, കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ഒന്നും കറക്റ്റ് അല്ല. 4 ടൈപ്പ് ആൾക്കാരുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം 4 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന്, നല്ല കഴിവുള്ള ഒരാൾ, എന്നാൽ അവന് ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല, പഠിക്കാൻ തയ്യാറല്ല. രണ്ടാമത്തത്, തീരെ കഴിവില്ല, അവന് പഠിക്കാനായിട്ട് തയ്യാറുമില്ല. ഓക്കെ, ഈ 2 ആൾക്കാരും ടീമിൽ നിന്ന് പുറത്താക്കണം. അടുത്ത 2 ആൾക്കാരുണ്ട്, കഴിവില്ല പക്ഷെ പഠിച്ച് കഴിവ് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണ്, അവനെ ടീമിൽ നിലനിർത്താം. കഴിവുണ്ട്, വീണ്ടും പഠിക്കാൻ ഉഷാറായിട്ട് പഠിക്കാൻ തയ്യാറാണ്, അവനെ നിർത്താം. അവൻ സ്റ്റാറാണ് നമ്മുടെ കമ്പനിയിൽ. ഈ 2 ആൾക്കാരെ മാത്രം നിർത്തുക, ബാക്കി എല്ലാവരും ഫയർ ചെയ്യണം. ഓൾവേസ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റെഡി ആയിട്ടിരിക്കണം. ഈ ഓരോ സിസ്റ്റംസ്, പ്രോസസ്സ്, ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്, നേരത്തെ പറഞ്ഞ കൾച്ചർ വേണമെന്ന് പറഞ്ഞു. ആ വിഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്ഥിരമായിട്ട് എന്താ വെച്ചാൽ ഈ വിഷൻ റിമൈൻഡ് ചെയ്തിട്ട് നമ്മൾ പാലിക്കുന്ന വാല്യൂസിനെ കുറിച്ച് സംസാരിച്ചിട്ട് ആ വാല്യൂസിന് ഈ KPI നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, പെർഫോമൻസ് പ്രോസസ്സുകളൊക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതിലൂടെ കറക്റ്റ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ കൾച്ചർ ഉണ്ടാകും. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സിലായോ? ഇസ് ഇറ്റ് മൈൻഡ് ബ്ലോയിങ്? ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ഒരു പുതുതായിട്ടുള്ള ഒരു നോളജ് ആണോ? ഇസ് ഇറ്റ് എ ഗുഡ് നോളജ്? ഇസ് ഇറ്റ് എ റൈറ്റ് നോളജ്? Is it going to change you the way you do business? ബിസിനസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഹെൽപ്ഫുൾ ആണോ?
യെസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? ഇത്രയും പറഞ്ഞു തന്നപ്പോ എന്താ മനസ്സിലായി? എന്താ മനസ്സിലായത്? നിങ്ങളുടെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത്ര ഞാൻ പറഞ്ഞു തന്നപ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഇതത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് മനസ്സിലായി. ചിലർക്ക് അത് മനസ്സിലായി. സോ ചിലർക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. എന്താ മനസ്സിലായത്? തിരിച്ചറിഞ്ഞത് എന്താ? ഞാൻ ചെയ്യുന്നതൊന്നും ബിസിനസ് അല്ല എന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ഹലോ, ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ എന്താ മനസ്സിലായത്? ഉസ്മാൻ സാർ പറഞ്ഞോളൂ. ഗിരിജ പറഞ്ഞോളൂ, എന്താണ് മനസ്സിലായത്? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ്? ഞാനിപ്പോ ഈ പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി സർ. സാർ പറഞ്ഞപ്പോ ഒരു ക്ലാരിറ്റി കിട്ടി. എങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യണം? പഠിക്കാനുണ്ട്. എങ്ങനെ? എന്താണ്? ഒരുപാട് പഠിക്കാനുണ്ട് ബിസിനസ് ചെയ്യാൻ. ഒരുപാട് പഠിക്കാനുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ രസകരമായ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാം? ലോകത്തെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, ഏറ്റവും റിസ്ക് ഉള്ള, അധികം ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ലയബിലിറ്റി. സാമ്പത്തിക കടം വരുന്നു അല്ലേ? സാമ്പത്തിക കടം വന്നിട്ട് ഒരുപാട് ആൾക്കാർ ആത്മഹത്യയാകും. ഇതിന് പലപ്പോഴും കാരണക്കാരാരെന്നറിയും? നിനക്ക് ഇത് അധികം സാമ്പത്തിക തരത്തിലുള്ള ബാധ്യതകൾ വരുന്ന ബിസിനസ്സുകാർക്കാണ്. എന്നാൽ ബിസിനസ്സുകാർക്കാണ്. അപ്പൊ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും എന്താ വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ്സുകാർക്ക് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താ? അതിന്റെ പ്രധാനപ്പെട്ട അവരുടെ റീസൺ എന്ന് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ റീസൺ മനസ്സിലായില്ല. അവർ പഠിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും കൂളായിട്ട് പഠിക്കാതെ ഏറ്റവും എടുത്തു ചാടുന്ന ഒരു പരിപാടി ബിസിനസ്സാണ്. എഞ്ചിനീയർമാർ 5 വർഷം പഠിക്കും, ഡോക്ടർമാർ ഇതേപോലെ 5 വർഷം പഠിക്കുന്നുണ്ട്, 4 വർഷം മിനിമം പഠിക്കുന്നുണ്ട് എഞ്ചിനീയേഴ്സ്. MBBS പല രീതിയിൽ ഡോക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. അഡ്വക്കേറ്റുമാർ 5 വർഷം പഠിക്കുന്നു. പഠിച്ച് ചെയ്യുന്നതാണ് ഡോക്ടർ. എന്നാൽ പഠിക്കാതെ ചെയ്യുന്ന ഏക പരിപാടി എന്തുകൊണ്ടാണ് ബിസിനസ് ഇറങ്ങി? നമുക്ക് പഠിക്കാനൊന്നും അറിയില്ല. നമ്മൾ 10ാം ക്ലാസ്സും ഗുസ്തിയാണ്, നമ്മളങ്ങ് ബിസിനസ് ഇറങ്ങി. അപ്പൊ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ചലഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. അപ്പൊ അതിനാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു നിങ്ങൾക്ക് ഇൻറ്റൻസ് ആയിട്ട് തീവ്രമായിട്ട് ആഴത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം വന്നിട്ട് 1% ക്ലബ് എന്നുള്ളതാണ് അതിന്റെ പേര്. 1% ക്ലബ്. 1% ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. 1% ക്ലബിനെ കുറിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അറിയണോ? അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ്. I will talk about that. 1% ക്ലബ് അറിയാൻ താല്പര്യമുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. യെസ് എന്ന് കമന്റ് ചെയ്യുക. എത്ര കണ്ട് എസ് കിട്ടുന്നത്? 10 എസ് ഉണ്ടെങ്കിൽ മിനിമം 10 എസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. ബിക്കോസ് നിങ്ങളധികം ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. സോ what I will do is like, ഞാൻ അതിൻ്റെ ഒരു ഫയലിംഗ് എടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം. What is 1% ക്ലബ്? ഓക്കെ, അതെ. ടീം മെമ്പർ എനിക്ക് 1% ക്ലബിന്റെ ആ ഒരു പോസ്റ്റർ തരുമോ? പോസ്റ്റർ അല്ല, ആ ഒരു ഡിസൈൻ, ആ ഒരു പാംപ്ലെറ്റ് ഇല്ലേ, അതെനിക്കൊന്ന് അയച്ചു തരാമോ? പ്ലീസ് ജസ്റ്റ് സെൻഡ് മീ. ടീം മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം ഒന്ന് സെൻഡ് ചെയ്ത് തരാം.
ഓക്കെ, 1% ക്ലബ് എന്ന് പറയുന്നത് ഒരു 1 year കോച്ചിങ് പ്രോഗ്രാം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ OQP എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. അതിലേക്ക് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓൺലി ക്വാളിറ്റി പീപ്പിൾ. ഇതേപോലെ വെൽത്ത് കാറ്റലിസ്റ്റ് പോലെയാണ്. വെൽത്ത് കാറ്റലിസ്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണല്ലോ. എന്നാൽ 1% ക്ലബ് എന്ന് പറയുന്ന ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അതിൽ ഇൻഡെപ്തിൽ പഠിപ്പിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞു തന്നില്ലേ എങ്ങനെ ടീമിനെ റിക്രൂട്ട് ചെയ്യാം, അതൊക്കെ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഈ ഒരു സംഗതി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻഡെപ്ത് കോച്ചിങ് നൽകും. ഇൻഡെപ്ത് കോച്ചിങ് നൽകിയിട്ട് എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം 1-to-1 ഡിസ്കഷൻസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിന് ശരിക്കും എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇവിടെ ജസ്റ്റ് വന്നത് ഒരു 1% ക്ലബിൻ്റെ ഒരു ഇതൊന്നും കൂടെ കാണിക്കാം. ഐ വിൽ ഷോ യു. ഓക്കെ, അതെന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് 1% ക്ലബിൻ്റെ ഒരു ഓവർവ്യൂ. ഞാൻ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ 1% ക്ലബിൽ ജോയിൻ 1% ക്ലബ് ഇതൊരു ഹൈ വാല്യൂ ഇൻസ്പേസ് അക്കാഡമി നമ്മളെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു നിങ്ങൾക്ക് 1 year സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അച്ചീവ് ഗ്രോത്ത് ആൻഡ് വെൽത്ത് ഫാസ്റ്റ്. നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാം. ബിസിനസ് ഉദ്ദേശിക്കുന്നത് വെൽത്ത്, സമ്പത്ത് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി മാത്രമാണ്. അപ്പോൾ വെൽത്ത് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഗ്രോത്ത്, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് വളരാൻ പറ്റും. ബിസിനസ് വളർത്തുക, നിങ്ങളുടെ കരിയർ വളർത്തുക, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുക. ഇതാണ് ഈ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലബിൽ എന്താ പ്രത്യേകത? 1% ക്ലബ് പ്രീമിയം ഇയർലി സബ്സ്ക്രിപ്ഷൻ ആണ്. പ്രൊഫഷണൽ കോച്ചിങ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ എവിടെയെങ്കിലും സക്സസ് ഉണ്ടാക്കിയെടുക്കണം, അത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു അംബിഷൻസ് അച്ചീവ് ചെയ്യണം. നല്ല ഹീലിംഗ്, ഇൻഡെപ്ത് ഹീലിംഗ് നടക്കണം. മറ്റുള്ള ആൾക്കാരുമായിട്ട്, ബിസിനസ്സുകാരുമായിട്ട് കൊളാബറേഷൻസ് ബിൽഡ് ചെയ്യണം. അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഈ 1% ക്ലബിലേക്ക് വരാം. ഇതിൽ വന്നു കഴിഞ്ഞുള്ള ബെനിഫിറ്റ്സ് എന്താണ്? നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻസ് യാത്ര ജേണി എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യും. നെവർ എൻഡിങ് സ്കിൽ ഇംപ്രൂവ്മെന്റ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസം സെഷൻ ഉണ്ടാവും. അതിലൊരു സെഷൻ നിങ്ങൾക്ക് ക്ലാസ് ആയിരിക്കും, മറ്റേ സെഷൻ റിവ്യൂ ആയിരിക്കും. പലപ്പോഴും അത് ചിലതൊക്കെ ക്ലാസ്സസ് തന്നെയായിട്ട് പോകാറുണ്ട്. പക്ഷെ ഒരു 104 സെഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ പണം ഉണ്ടാക്കാൻ പലപ്പോഴും നമുക്ക് നടക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ ബ്ലോക്സുകളുണ്ട്. ആ ഇമോഷണൽ ബ്ലോക്സുകൾ, എനർജി ബ്ലോക്സ്, മണി ബ്ലോക്സ് എന്ന് പറയും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീലിംഗ് മെത്തേഡുകളും കാര്യങ്ങളും നമ്മൾ നൽകും, തെറാപ്പീസും കാര്യങ്ങളൊക്കെ. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ഉണ്ടാകും. എങ്ങനെ? നിങ്ങൾ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് പലപ്പോഴും ഒരാഴ്ച, 2 ആഴ്ച, ഇപ്പോൾ പ്രത്യേകിച്ച് 2-3 ദിവസമൊക്കെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ നമ്മളെന്ന് വെച്ചാൽ ഒരാഴ്ചക്കാണ് മാക്സിമം നിൽക്കുള്ളൂ. ഒരാഴ്ചയിൽ തന്നെ 2 സെഷൻ നൽകുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബിസിനസ് 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 ഫോക്കസ് ഫോക്കസ് ഫോക്കസ്, പഠിക്കുക പഠിക്കുക പഠിക്കുക, കാര്യങ്ങൾ ബിസിനസ് ബിസിനസ് ബിസിനസ്, അത് ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുക, കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ പെർഫോമൻസ്, ഹൈ പെർഫോമൻസിൽ നിങ്ങൾ എപ്പോഴും പോകും. അടുത്തെന്താണ്? ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ആശയങ്ങൾ പറഞ്ഞു തരും, നല്ല സംഗതികൾ. നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ധരിക്കണം, ഏത് വാഹനം ഉപയോഗിക്കണം, ഏത് രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് നോളജ് ഇതേപോലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേറെ ലെവലിലേക്ക് മാറ്റും നമ്മൾ. ഓക്കെ, നിങ്ങളുടെ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് ഈസ് ഒരു കാര്യം മനസ്സിലാക്കുക, സക്സസ് ഈസ് ഇൻ ഫോർ എവരി വൺ. ലോകത്ത് സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ 1%. 99% ആൾക്കാരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1% ആൾക്കാരിലാണ് സക്സസ് ഉണ്ടാകുന്നത്. അതാരാണ്? OQP, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. ക്വാളിറ്റി ലെവലിൽ വർക്ക് ചെയ്യുന്ന, ക്വാളിറ്റി ലെവലിൽ സംസാരിക്കുന്ന, ക്വാളിറ്റി ലെവലിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന, ക്വാളിറ്റി ലെവലിൽ തിങ്ക് ചെയ്യുന്ന, ക്വാളിറ്റി ലെവലിൽ ബിസിനസ് ചെയ്യുന്ന, സർവീസ് കൊടുക്കുന്ന, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ക്വാളിറ്റി പീപ്പിളിന് മാത്രമാണ് സക്സസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ OQP എന്ന് പറഞ്ഞാൽ ഓൺലി ക്വാളിറ്റി പീപ്പിൾ എന്ന് പറയുന്ന മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ ക്വാളിറ്റി ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ 52 ലൈവ് കോച്ചിങ് സെഷൻസ്, 52 ലൈവ് കോച്ചിങ് സെഷൻസ് ഉണ്ടാവും. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസുകൾ നമ്മളതിൽ പഠിപ്പിക്കും. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ് സ്കിൽസ് നമ്മളതിൽ പഠിപ്പിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി സെഷൻസ് ഉണ്ടാവും, ലേറ്റസ്റ്റ് റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ 52ഓളം റിവ്യൂ മീറ്റിംഗ്സ് ഉണ്ടാവും. അതായത് ഒരു ആഴ്ചയിൽ തന്നെ ഒരു സെഷൻ ട്രെയിനിങ് ഉണ്ടാകും, അടുത്ത സെഷൻ എന്ന് പറയുന്നത് റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തോ, ഹോംവർക്ക് ചെയ്തോ, പിന്നെ ലൈവായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഇരുന്നിട്ട്
അന്ന് പഠിപ്പിച്ച കാര്യം അന്ന് തന്നെ ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ നമ്മൾ ഇരുന്നിട്ട് എഴുതണം. അത് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. അടുത്ത് വരുന്നത് വെച്ചാൽ ഇമോഷണൽ ഹീലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോളിസ്റ്റിക് അപ്രോച്ച് കമ്പൈൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷണൽ ഹീലിംഗ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്യുപ്പി ഫ്രണ്ട് സർക്കിൾ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഓക്യുപ്പി പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻസ് ആൻഡ് ഇൻഡസ്ട്രി. ഡിഫറെന്റ് ലൊക്കേഷൻസിൽ നിന്നും അതേപോലെ തന്നെ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ആൾക്കാർ എന്ത് ചെയ്യും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദുബൈയിലുള്ള ആൾക്കാരുണ്ട്, അതേപോലെ സൗദിയിലുള്ള ആൾക്കാരുണ്ട്. ആൻഡ് വി ഹാവ് ഫ്രം പീപ്പിൾ ഫ്രം പാലക്കാട്, വി ഹാവ് പീപ്പിൾ ഫ്രം കണ്ണൂർ, പീപ്പിൾ ഫ്രം മലപ്പുറം, ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ അവരായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, അവരായിട്ട് ബിൽഡ് ചെയ്യാം. ഈവൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അവരുടെ ബിസിനസ് ചെയ്യാം. ഇതിന്റെ കൂടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹാൻഡ് ഹോൾഡിംഗ് ആണ്. സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ഹെൽപ്പിംഗ് യു അച്ചീവ് എക്സ്ട്രാordinary. ഈ കമ്മ്യൂണിറ്റി പ്രത്യേകത എന്താണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഓൾറെഡി തന്നെ നമ്മളുടെ ഒരു ഗോൾഡിന്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 5 നമ്മുടെ അവർ ഒറ്റയടിക്ക് സെയിൽസ് കിട്ടുകയാണ്. അവർ തന്നെ എന്ത് ചെയ്യാണ്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 1% ക്ലബിൽ എന്തൊക്കെ ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും? ബിസിനസ് സ്കിൽസ്, ബിൽഡ് ദ സ്ട്രാറ്റജി ചെയ്യുന്നത്, അതായത് നിങ്ങൾ ബിസിനസ്സിൽ എക്സൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബിസിനസ് സ്കില്ലും പഠിപ്പിക്കും. ആൻഡ് പേഴ്സണൽ ചാലഞ്ചസ്, നിങ്ങളുടെ പല ആൾക്കാർക്കും എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ പേടിയാണ്, നീട്ടി വയ്ക്കുന്ന സ്വഭാവം ഉണ്ടാവും, ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടാവും, മടിയുള്ളവരുണ്ടാവും, ഓക്കെ, അഡിക്ഷൻസ് മൂലം അങ്ങനെ ഡിസ്ട്രാക്ഷൻ മൂലം അങ്ങനെ പോകുന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ സമയം, ഇങ്ങനെ പലതുണ്ട്. അങ്ങനെ പേഴ്സണൽ ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സെഷൻസും ഡിസ്കഷൻസും 1-to-1 സെഷൻസും ഉണ്ടാവും. ഇതിൽ പറയാത്തൊരു കാര്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ 4 1-to-1 സെഷനാണ് ഇത് ഉദ്ദേശിക്കുന്നത്, കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കണ്ടിന്യൂസ് അൺലിമിറ്റഡ് 1-to-1 സെഷൻസ് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പലതവണ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് ഓൾറെഡി മെമ്പേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ അതിപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. സോ കുറച്ച് പേരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. നൗ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഇപ്പോൾ കിട്ടും, ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് ആ ഒരു 1-to-1 സെഷൻ കിട്ടുമെന്നല്ല. 1-to-1 സെഷനാണ് ഇതിൻ്റെ ഈ ഒരു സെഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യും. നെക്സ്റ്റ്, സെയിൽസ് സ്കിൽ പഠിപ്പിക്കും. മാസ്റ്റർ ട്രെയിനിങ് ഡ്രൈവ് സെയിൽസ് ആൻഡ് ബൂസ്റ്റ് റവന്യൂ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, സെയിൽസ് സ്കില്ലുകൾ നമ്മൾ പഠിക്കും. അടുത്ത ലീഡർഷിപ്പ്, എങ്ങനെ വിഷനോട് കൂടിയിട്ട് ലീഡ് ചെയ്യാം, ടീമിനെ ബിൽഡ് ചെയ്യാം, മറ്റുള്ളവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, അവരെ കൂടെ കൂട്ടാം, ഇത് പഠിപ്പിക്കുന്നു ലീഡർഷിപ്പ് സ്കിൽ. അവരെങ്ങനെ മാനേജ് ചെയ്യാം, അവരെങ്ങനെ ട്രെയിൻ ചെയ്യാം, അവരെങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ട, നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്താൽ മതി. ടീം വിൽ ബിൽഡ് ദ ബിസിനസ്. നെക്സ്റ്റ്, ഫാമിലി റിലേഷൻഷിപ്സ്. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ പലപ്പോഴുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ ഫാമിലിയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ, പേഴ്സണൽ ലൈഫിലുള്ള ചാലഞ്ചസ്, അതെങ്ങനെ ടാക്കിൾ ചെയ്യും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിന് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ് സപ്പോർട്ട് ഡൈനാമിക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ണറാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇനി അത് വേണ്ട, നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ണർ ആക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരാം, നിങ്ങളുടെ ബിസിനസ്സിനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു പാർട്ണറാക്കി മാറ്റാം. ഇത് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത് വരുന്നത് വെച്ചാൽ അത് 1% ക്ലബ് യു കവർ ദ ടോപ്പിക്സ്. അടുത്ത് വരുന്നത് ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെ ഡിജിറ്റൽ മെത്തേഡുകൾ ഉപയോഗിക്കാം, ഏതൊക്കെ AI ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ബിസിനസ് ഒരുപാട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, ഒരുപാട് സംഗതികൾ ഉപയോഗിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ തന്നെ പല രീതിയിലുള്ള ടെക്നോളജി മെത്തേഡ്സുകളും സംഗതികളും AI ടൂളുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രസന്റേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ നമ്മുടെ മീറ്റിംഗ്സുകൾ നടത്തുന്നതായിക്കോട്ടെ, പലതും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്കും എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പുതിയ കാലത്തുള്ള AI ടൂളുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഈ സംഗതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വേണം. ഓൾറെഡി നമ്മളൊരു ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞല്ല, ആൾക്ക് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും റിസോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യും. ആൻഡ് നൗ വാട്ട് ഹാപ്പൻഡ്, ഷീ ബിക്കെയിം ആൻ ഇൻഫ്ലുവൻസറായിട്ട് മാറി. സോ ആ ലെവലിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തു. പിന്നെ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്, ഹൈ വാല്യൂ ലിവിങ്. അടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹാബിറ്റ്സുകൾ, നല്ല സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ. ആൻഡ് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്, എക്സ്പാൻഡ് യുവർ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ, ഗ്രോ യുവർ ഓൺലൈൻ ഓഡിയൻസ്. ഓൺലൈൻ ഓഡിയൻസിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം, അതിന് വേണ്ട മെത്തേഡുകൾ പഠിപ്പിക്കും, കാര്യങ്ങൾ പഠിപ്പിക്കും. ദെൻ ബിസിനസ് സിസ്റ്റമൈസേഷൻ, അടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എങ്ങനെ ബിസിനസ്സിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ബിൽഡ് ചെയ്യാം, സിസ്റ്റംസ് ബിൽഡ് ചെയ്യാം, ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യു ഡിസേർവ് ടു ബിക്കം എമംഗ് ദ എലീറ്റ്. എലീറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വരാനുള്ള അവകാശമുണ്ട്.
Are you ready to rise? The question. So join the 1% club and today and transform your career and business life. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പറുണ്ട്, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വിളിക്കാം. ടീം മെമ്പേഴ്സ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നമ്പർ നമ്മുടെ പ്രൊവൈഡ് ചെയ്യാമോ, നമ്മുടെ ആളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാൻ, ബന്ധപ്പെടാം. ഓക്കെ, നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീമിലേക്ക് വന്നോളൂ. വി വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് യുവർ ബിസിനസ്. ഓക്കെ, സെഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നിൽക്കരുത്. നിങ്ങളുടെ ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. പക്ഷെ ഹൗ യു ഗോണ ബിൽഡ് ഇറ്റ്, എങ്ങനെ ബിൽഡ് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞതുപോലെ പഠിക്കണം, ഇൻറ്റൻസ് ആയിട്ടുള്ള ലേണിംഗ്. അപ്പോൾ ഇത് സോറി അഗെയിൻ വി വെന്റ് ദേർ. അടുത്തത് നമുക്ക് പറയാനുള്ള സംഗതി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു ഇതുണ്ടല്ലോ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് ഉണ്ടായിരുന്നു. റൈറ്റ് കൾച്ചറും ടീമും ബിൽഡ് ചെയ്യണം. ഇത് ബിൽഡ് ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ് വളരുള്ളൂ. ഇത് ബിൽഡ് ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ് വളരുള്ളൂ. ഇത് ബിൽഡ് ചെയ്യാനുള്ള സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡെപ്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയും പഠിക്കാം. നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ട ടീമിനെ ബിൽഡ് ചെയ്യാൻ സംഗതികൾ വേണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ, കാര്യങ്ങളിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഇതിന് കൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ഫാമിലി ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, നിങ്ങൾ കുളിക്കുമ്പോൾ എന്താ പറയുക, എങ്ങനെയാണ് നിങ്ങൾ കുളിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കേണ്ട പെർഫ്യൂം ഏതാണ്, ഓവറോൾ നിങ്ങളെ ശരിക്കും മാറ്റിമറിക്കാൻ ആവശ്യമുള്ള നിങ്ങളുടെ ഓവറോൾ ലൈഫ് സ്റ്റൈൽ മാറ്റിമറിക്കുക. നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കണം, വീടിനുള്ളിലുള്ള സംഗതികൾ, നിങ്ങൾ എന്തൊക്കെ കൾച്ചറാണ്, നിങ്ങൾ തിങ്കിങ് എന്തായിരിക്കും, നിങ്ങളുടെ ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ അവരെ അലൈൻ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്, വി ഹാവ് ടു ലേൺ, പഠിച്ചേ പറ്റൂ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എഫക്റ്റീവ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഓപ്പറേഷൻസിൽ കറക്റ്റായിട്ട് വേണ്ടത് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ. എല്ലാ ജോലികളും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രോസസ്സ് വേണം. സ്ട്രീംലൈൻഡ് വർക്ക് ഫ്ലോസ്, റിഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ഡെലിവറി ടൈംസ്. ആദ്യം ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊരു ട്രാക്ക് വേണം. ആ വന്ന വർക്ക് അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ ഓർഡർ, ആ വന്ന ഓർഡർ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്ത് പോകുന്നവരെ ആ കറക്റ്റ് ജേർണി ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് നടക്കേണ്ടത്, അതിനൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കണം. അടുത്തത് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ. കൺസിസ്റ്റന്റ് സ്റ്റാൻഡേർഡ്സ് ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ നമ്മൾ നടത്തണം. അതിനൊരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റും കറക്റ്റ് ആയിട്ടാണോ ഡെലിവർ ആവുന്നത്, കറക്റ്റ് സർവീസാണോ കൊടുക്കുന്നത്, അവരെങ്ങനെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഒരാൾ വേണം. ഇപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സാണ്, നമ്മുടെ ടീമിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, രസകരമായിരിക്കും, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ കമ്പനിയിൽ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ പേഴ്സണലി ഇതൊന്നും ചെയ്യുന്നില്ല. ഇതിനെല്ലാം ടീമിനെ സെറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്തോളും. എൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെയിൽസ് ടീമിനെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി, മാസങ്ങളായി എന്ന് പറയാം. കാരണം എന്താ, എനിക്കൊരു സെയിൽസ് ഹെഡ് ഉണ്ട്, മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട്, ഇവരെല്ലാവരും ഓപ്പറേഷൻസ് നയിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് ഹെഡ് ഉണ്ട്, സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ ഞാൻ വൺ ടു വൺ സംസാരിച്ചിട്ട് അറിയാലേ. ഓക്കെ, ഞാൻ ഈ പുതിയ പ്ലാറ്റ്ഫോം സംഗതികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 months 10 months ആവുന്നുള്ളൂ, 1 year പതുക്കാവുന്നുള്ളൂ. വിത്തിൻ 1 year ഇതെല്ലാം ബിൽഡ് ചെയ്തു. കാരണം ഇതിന് മുൻപ് ബിൽഡ് ചെയ്ത് എനിക്ക് പരിചയമുണ്ട്. ദാറ്റ്സ് വൈ ബിൽഡ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിത് പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലവിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 2 years, 2 വർഷം എടുക്കും. ഞാനിപ്പോൾ ഒരു കമ്പനിക്ക്, സൗദിയിലുള്ള ഒരു കമ്പനിക്ക് കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്. അവർ 2 year ടൈമാണ് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് പഠിക്കുക, എത്ര കണ്ട് നേരത്തെ ചെയ്യുന്നു അത്ര കണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം, സിസ്റ്റമൈസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ടീം വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ്. ക്ലിയർ ആണോ പറയുന്നത്?
സോ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുള്ളൂ? എന്തിനാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത്? നമ്മൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാ? ഒരാള് 9 മണിക്കൂർ ജോലിയാണ്, അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലിയാണ്, 9 to 5 എന്ന് പറയുന്ന ജോബിൽ നിന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈം കൺട്രോൾ കിട്ടുന്നില്ല, നമ്മുടെ ബോസ് ആണെല്ലാം തീരുമാനിക്കുന്നത്, ജോലി രാജിവെച്ച് സ്വന്തം ബിസിനസ് തുടങ്ങി. എന്തിനാ? കൂടുതൽ ടൈം ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു ഒഴിവില്ല. ഇപ്പം 24 മണിക്കൂറും പണിയും, എപ്പോഴും കോളാണ്, എപ്പോഴും ബിസിയാണ്, കാര്യങ്ങളാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ബിസിനസ് എന്തിനുള്ളതാണ്? അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പലർക്കും പല രൂപത്തിലാണ്. നമ്മൾക്ക് നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മളുടെയും മറ്റുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. അതിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടരുത്. നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കണം, സൊസൈറ്റിയിൽ കാര്യങ്ങൾ ചെയ്യണം, സംഗതികളൊക്കെ ചെയ്യണം. ബട്ട് വി ഷുഡ് നോട്ട് സാക്രിഫൈസ് അവർ പേഴ്സണൽ ലൈഫ്. നമ്മുടെ പേഴ്സണൽ ലൈഫോ നമ്മുടെ ഹെൽത്തോ കാര്യങ്ങളോ സാക്രിഫൈസ് ചെയ്തിട്ട് പോകരുത്. വി ഷുഡ് ഹാവ് ഇനഫ് ടൈം ടു റിലാക്സ്, ഇനഫ് ടൈം ടു പ്ലാൻ. അപ്പോൾ അതിന് ടീം വേണം, സിസ്റ്റം വേണം, സംഗതികൾ വേണം. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു തരത്തിലായിരിക്കണം. അപ്പോൾ അതിന് ടീമിനെ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. സോ നെക്സ്റ്റ് എന്താ? ക്വാളിറ്റി കൺട്രോൾ പറഞ്ഞില്ല. സ്കെയിലബിലിറ്റി, എഫിഷ്യന്റ്. അടുത്ത എന്താണ്? എഫക്റ്റീവ് ഓപ്പറേഷൻ ആൻഡ് സ്കെയിൽ. എഫിഷ്യന്റ് ഓപ്പറേഷൻസ് എനേബിൾ ഗ്രോത്ത് വിത്തൗട്ട് പ്രൊപ്പോർഷണൽ കോസ്റ്റ് ഇൻക്രീസസ്. അതായത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? വേണം. സോ വെൽ മാനേജ്ഡ് ഓപ്പറേഷൻസ് ക്രിയേറ്റ് ഫൗണ്ടേഷൻ ഫോർ സസ്റ്റൈനബിൾ ബിസിനസ് എക്സ്പാൻഷൻ. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻസ്, ഒരു കമ്പനി, ഒരു ബ്രാഞ്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് നന്നായിട്ട് വർക്ക് ചെയ്തതിന് സിസ്റ്റം ഉണ്ടെങ്കിൽ, അവിടെ നല്ല രീതിയിലൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ നല്ല രീതിയിലൊരു മെത്തേഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻസ് പ്ലാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ബ്രാഞ്ചുകളിലേക്ക് എന്ത് ചെയ്യാം? കൊണ്ടുപോകാം. എസോറോ ഒരുപാട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ബ്രാഞ്ചുകൾ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഫ്രാഞ്ചൈസികൾ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ബ്രാഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കറക്റ്റ് ബ്രാഞ്ച് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ കറക്റ്റ് ഓപ്പറേഷൻസ് ഉണ്ടാക്കണം, എഴുതി തയ്യാറാക്കണം. ഇതൊന്നും ചുമ്മാ നടക്കില്ല. സോ റൈറ്റ് ഡൗൺ ആൻഡ് മേക്ക് ഇറ്റ്, എന്താ പറയുക, ആ ലെവലിൽ നല്ല രീതിയിൽ ഡെപ്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരാൻ പറ്റും. ഞാൻ അടുത്തത് എന്താ പറയുന്നത്? സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ ഫോക്കസ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ ഫോക്കസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ബ്രാൻഡ് പൊസിഷനിങ്, ഓഡിയൻസ് ടാർഗറ്റിംഗ് ആൻഡ് കസ്റ്റമർ വാല്യൂ ഡെലിവറി. ഏറ്റവും മുകളിൽ നമ്മുടെ ബ്രാൻഡ് ഉണ്ടാകും. എന്നാൽ ആ ബ്രാൻഡിന്റെ മുകളിലേക്ക് എത്തിക്കുന്നത് പൊസിഷനിങ് ആണ്. അത് നല്ല മാർക്കറ്റിംഗിലൂടെ പൊസിഷൻ ചെയ്തു. എന്താ പൊസിഷനിങ്? നമ്മളായിരിക്കണം ആ ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ട് മാറേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? കറക്റ്റ് ഓഡിയൻസിലേക്ക് ടാർഗറ്റ് ചെയ്യണം. അതിനെന്താ വേണ്ടത്? കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കസ്റ്റമർ വാല്യൂ ഡെലിവറി. അത് കസ്റ്റമറുടെ വാല്യൂ എന്താണ്, എന്ത് വാല്യൂ ആണ് നമ്മൾ അയാൾക്ക് കൊടുക്കുക, വാല്യൂ പ്രൊപ്പസിഷൻ എന്താണ് നമ്മളുടെ. ഓക്കെ, ആ വാല്യൂ പ്രൊപ്പസിഷൻ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്താണ് ഞാൻ കൊടുക്കുന്നത്? എല്ലാവരും കൊടുക്കുന്ന പോലെ സാധനമല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുകയാണ്, ഇപ്പം ഞാൻ കോച്ചിങ് ആണെന്ന്. ഞാൻ കോച്ചിങ് അല്ല. ഞാൻ കൂടുതലും എൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഐ എം എ ഹീലർ. ഞാനൊരു ഹീലറാണ്. അപ്പോൾ ഹീലിംഗിലൂടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ യുണീക്നെസ് മനസ്സിലാണ്ട്? ഒരു USP ഉണ്ടാണ്, യുണീക് സെല്ലിംഗ് പ്രൊപ്പസിഷൻ എന്ന് പറയുന്ന പോലെ USP. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു, എന്താ പറയുക, എന്താണ് വാല്യൂ പ്രൊപ്പോസിഷൻ, നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന വാല്യൂ എന്താണ്, എന്ത് വാല്യൂ നമ്മൾ കൊടുക്കും, എങ്ങനെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരാളുണ്ടായിരുന്നു, കറക്റ്റ് ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു ദുബായിൽ ഒരു ക്ലയന്റ് ഉണ്ട്. അവര് ഇന്റീരിയർ ഡിസൈനിങ് ഫേമാണ്. അവർക്ക് അവരുടെ വാല്യൂ പ്രൊപ്പോസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാം. അവരുടെ വാല്യൂ പ്രൊപ്പോസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത്, അവർ ജസ്റ്റ് ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഫേം അല്ല. ദേ ക്രിയേറ്റ് എ സ്പേസ് വേർ പീപ്പിൾ feel safe to work and inspired to work, and this is what they provide for their commercial clients. അവരുടെ ക്ലയൻസ് പലപ്പോഴും എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ആണ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ഓഫീസുകൾ അവരെന്ത് ചെയ്യും? ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ. ബാങ്കുകൾക്ക്, ഷോപ്പുകൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റു വലിയ പല കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ അവിടെ വരുന്ന ആൾക്കാർക്ക്, ഈവൻ സെക്യൂരിറ്റി ആണെങ്കിൽ, ഇപ്പോൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ വാച്ച്മാൻ ഉണ്ടെങ്കിൽ വാച്ച്മാൻ നിൽക്കുന്ന റൂം പോലും വെൽ ഇന്റീരിയർലി ഡിസൈൻഡ് ആയിരിക്കും എന്നവർ ഉറപ്പ് വരും. അങ്ങനത്തെ ക്ലയൻസിന് അവർക്ക് മതി.
സോ അവരുടെ വാല്യൂ പ്രൊപ്പോസിഷൻ ഇതാണ്. അവരുടെ ടീമും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്താണ് അവർക്ക്. അവർ ഓൾറെഡി നമ്മൾ ഇരുന്നിട്ട് ഞാൻ ഡിസൈൻ ചെയ്തു ഞാൻ പറയല്ല, നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്ക് എത്തുകയാണ്. ആ വാല്യൂ പ്രൊപ്പോസിഷൻ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സാക്ട്ലി ദിസ് ഈസ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പൊ നമ്മുടെ യൂണിക്, അവർക്ക് ഏറ്റവും നല്ല സംഗതികൾ ക്രിയേറ്റ് ചെയ്യണം, ഏറ്റവും നല്ല ഓഫീസുകൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനെന്ന് അവർക്ക് അറിയില്ല. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ കസ്റ്റമർക്ക് അതെങ്ങനെ ബെനിഫിറ്റ് ആവാം. അപ്പൊ കസ്റ്റമറുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട വാല്യൂ എങ്ങനെ അവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറയണം, സ്റ്റോറി പറയണം, ടെൽ ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ നമുക്ക് കിട്ടുക. അത് മാത്രമല്ല, നമുക്ക് അവരോട് നമ്മൾ പറയുന്ന പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസ് നെഗോസിയേഷൻ നമുക്ക് അവിടെ ഏറ്റവും നല്ല പ്രൈസ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അവരൊരിക്കലും ബാർഗെയിൻ ചെയ്യില്ല. ബിക്കോസ് ദേ വിൽ ലുക്ക് അറ്റ് ദ വാല്യൂ, നോട്ട് അറ്റ് ദ കോസ്റ്റ്. പ്രൈസിലേക്കല്ല നോക്കുക, വാല്യൂയിലേക്കാണ് നോക്കുക. പ്രൈസ് എന്ന് പറഞ്ഞത് വിലയാണ്, വാല്യൂ എന്ന് പറഞ്ഞാലോ അതും വിലയാണ്. പക്ഷെ അതിനർത്ഥം മൂല്യം എന്ന് പറയുന്നൊരു വിലയുണ്ട്. അതൊരിക്കലും പണം വെച്ചിട്ട് അളക്കാൻ കഴിയുന്ന സാധനങ്ങൾ, ഭയങ്കര വാല്യൂബിൾ ആയിട്ട് സാധനം. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ വർക്കിൽ. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. മാർക്കറ്റിംഗിൽ ഏറ്റവും വലിയ പവർഫുൾ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അതാണ്. കസ്റ്റമർ വാല്യൂ ഡെലിവറി, അതിന്റെ വാല്യൂ പ്രൊപ്പസിഷൻ എന്താണ്, നിങ്ങൾ എന്താ കൊടുക്കുന്നത്. നോർമലി ഒരു BMW ഇസ് നോട്ട് എ കാർ, ഒരു കാർ അല്ല അത്, അതൊരു ഡ്രൈവിംഗ് മെഷീനാണ്. ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക്, ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ക്രേസ് കൊടുക്കുന്ന ഒരു മെഷീനാണത്. ആൻഡ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ്? എങ്ങനെയാണ് നിങ്ങളുടെ ഇത്? എൻ്റെതെന്ന് പറയുന്നത് സോൾ കണക്ട് ചെയ്തിട്ട് സ്പിരിച്വലി അലൈൻഡ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആയിട്ട് മാറാം. വെൽത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്, യു ക്യാൻ ബി ഹാപ്പി, യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി, ആൻഡ് യു ക്യാൻ ഹാവ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി ഇംപ്രൂവ്ഡ്. നോട്ട് ജസ്റ്റ് വൺ തിങ്. സ്പിരിച്വലി ഒരു കുറ്റബോധം ഇല്ലാത്ത, ബാലൻസ്ഡ് ആയിട്ടുള്ള, അലൈൻഡ് ആയിട്ടുള്ള, സ്പിരിച്വലി അലൈൻഡ് ആയിട്ടുള്ള, ഗുഡ് ഫീലിംഗ് ഉള്ള, ക്ലയൻസിന് നല്ല രീതിയിൽ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു ബിസിനസ്മാൻ ആയിട്ട് നിങ്ങളെ മാറ്റും. And that's what I do. So data driven marketing identify engage. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? കൺസിസ്റ്റന്റ് വാല്യൂ കമ്മ്യൂണിക്കേഷൻ, വൺ ടൈം ബയേഴ്സ് ഇൻടു ലോയൽ അഡ്വക്കേറ്റ്സ്. നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് റേവിംഗ് ഫാൻസിനെയാണ് വേണ്ടത്. ഇപ്പൊ ഇന്ന് ഈ ഒരു സെഷനിൽ തന്നെ എത്ര കണ്ട് വാല്യൂ കിട്ടിയില്ലേ? വാല്യൂ കിട്ടിയില്ലയോ? പറ അശോനോ. ഒരുപാട് നല്ല വാല്യൂസ് കിട്ടിയോ? Hello, sure no. And this is absolutely free what I'm providing right now. Yeah, value കിട്ടിയില്ലയോ? ഞാൻ നേരത്തെ ഏകദേശം ഒരു 10 പേരോളം ആൾക്കാർ നേരത്തെ നമ്മുടെ 1% ക്ലബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഓക്കെ, അതല്ല അവിടെ ശ്രമിച്ചു നിന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കിട്ടിയില്ലേ? എന്തൊക്കെയോ ബിസിനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഞാൻ ഇനിയും പഠിക്കാനുണ്ട്, മാത്രമല്ല ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുള്ള സംഗതികൾ മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സെഷൻ തീർന്നിട്ടില്ല. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. നമുക്ക് ഇനിയും പഠിപ്പിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, സ്ലൈഡ് കാണിച്ചു തരാം. ഇനിയും ഞാനിപ്പോൾ ആകെ 4 സ്ലൈഡേ കാണിച്ചിട്ടുള്ളൂ. 5ാമത്തെ സ്ലൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും നമുക്ക് 3 സ്ലൈഡ്സ് കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? എത്രത്തോളം വാല്യൂ കിട്ടി? അടുത്ത ആഴ്ച നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരിക. സോ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച്, മാർക്കറ്റ് അവയർനെസ് അഡാപ്റ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് ഓവറോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് മാത്രമല്ല, അടുത്ത സെഷനിൽ കുറച്ചുകൂടി ഡെപ്തിൽ ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇവിടുന്ന് ലഭിക്കുന്ന ഈ ഒരു സെഷനിൽ പോലും ഇത്രയും വാല്യൂ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് കിട്ടുമോ? തീർച്ചയായിട്ടും റെക്കോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, വാട്ട് ഐ വാണ്ട് യു ടു ഡു ഇസ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് ഇരുന്ന് ആലോചിക്കും. 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. സോ ഹൗ ക്യാൻ ഐ ജോയിൻ? എങ്ങനെ ജോയിൻ ചെയ്യാം? തീർച്ചയായിട്ടും നല്ലൊരു പേയ്മെന്റ് ഉണ്ട്. 1 ഇയറിനാണ് കോച്ചിങ് ഉള്ളത്. 104 സെഷൻസ് ഉണ്ട്. 1,40,000 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ ഉള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് 1,20,000 നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ,
അതിലൊരു എന്താ പറയുക 20,000 ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇഫ് യു വാണ്ട് ഡിസ്കൗണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ദയവ് ചെയ്ത് ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ഉള്ള നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യൂ. പ്ലീസ് പ്രൊവൈഡ്. ഓക്കെ, അഡ്മിന്മാർ എന്ത് ചെയ്യണം, നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ഓർ യു കെൻ കോൾ 8086880775 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി, വിളിച്ചാലും മതി. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ട്രെയിനർ, നിങ്ങൾ ട്രെയിനർ ആവണം, നിങ്ങൾക്ക് ഒരു കോച്ച് ആവണം, നിങ്ങൾക്ക് ഒരു ഹീലർ ആവണം, നിങ്ങൾക്ക് കൗൺസിലർ ആവണം എന്നൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം ഏൺ ചെയ്യണം താല്പര്യമുണ്ട് എങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് വരാൻ ജോയിൻ ചെയ്യണം. ബിക്കോസ് വി വിൽ ടീച്ച് ദാറ്റ് ആസ് വെൽ. കോച്ചിങ് മോഡൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, കോച്ചിങ് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഇതേപോലെ സെല് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതെല്ലാം അതിലൂടെ കോച്ച് ആവാനും ട്രെയിനർ ആവാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ യു കെൻ കം ആൻഡ് ജോയിൻ വിത്ത് അസ്, ലേൺ ഫ്രം അസ്, ഗ്രോ ടുഗെദർ. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഇതിനെക്കുറിച്ചൊരു ഓഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓരോരുത്തരും സുബൈർക്ക, ഗിരിജ മാം, അക്ബർ അലി, ഷഖീന, ഫർഹത്ത്, ഗോബൻ, ഷാഹിദ്, സൽമാന ബഷീർ, സൗദ, ജെബിൻ, ഷബ്ന, ജസ്റ്റിൻ തോമസ്, സനീൻ, മൈമുനത്ത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് വീഡിയോയിൽ വന്നിട്ട് ഷെയർ ചെയ്യാം. എന്ത് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ് സെഷൻ. താങ്ക് യു. വേറെ നമ്മൾ ഇത്രയും സെഷൻ ഒരു 1 hour നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇത്രയും നോളജ് തന്നു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റ്ലീസ്റ്റ് യു ക്യാൻ പ്രൊവൈഡ് ദാറ്റ്. പറയൂ, ജെബിൻ പറഞ്ഞോളൂ. താങ്ക് യു. താങ്ക്സ് സാർ, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു സാറേ. ഓക്കെ, ജെബിൻ ഇപ്പം നിലവിൽ ബിസിനസ് ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇവന്റ് മാനേജ്മെന്റാണ് മറ്റേ സ്റ്റേജ് ഡെക്കറേഷൻ. ഇവന്റ് മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? 18 വർഷമായിട്ട്. 18 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ക്ലയന്റ് ഉണ്ട് ഇവന്റ് മാനേജ്മെന്റ് കണ്ണൂരുള്ള. പുള്ളി ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളി നമ്മുടെ ബിസിനസ് പ്രോഗ്രാമിന് വേറെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. 2-3 ഡേയ്സിന് 2-3 മേ ബി ഒരു 2 monthsനുള്ളിൽ ചിലപ്പോൾ പുള്ളി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലേറെ നേരത്തെ 2-3 വീക്സിനുള്ളിൽ ജോയിൻ ചെയ്യാൻ സാധ്യത. നിങ്ങൾ എവിടെ സ്ഥലം? എവിടെ ജെബിനോടെ സ്ഥലം? കോതമംഗലം. പ്രോഗ്രാമിലേക്ക് വരൂ. എന്താ പ്രോഗ്രാമിലേക്ക് വന്നൂടെ? തീർച്ചയായിട്ടും. അപ്പൊ ആലോചിക്കൂ, ടീം മെമ്പേഴ്സ് ആയിട്ട് നിങ്ങളുടെ നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക. ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിക്കാൻ ബന്ധപ്പെടാൻ പറ്റും. നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് പറയാമോ? 90 ഒന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് 90 480 480 611 611 61101 അല്ലേ? പേര് ജെബിൻ. ജെബിൻ. ഓക്കെ ഓക്കെ, വർഗീസ്. ഇതല്ലേ നിങ്ങളുടെ? ഇതാണല്ലോ നമ്പർ, ഞാൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ നമ്പർ ഒന്ന് കോൺടാക്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ജെബിൻ. ജെബിൻ സർ, ലെറ്റ്സ് സീ നമുക്ക് എന്ത് ചെയ്യാൻ ഒരുമിച്ച് എന്ത് ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നെക്സ്റ്റ് ആരാണ് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? Who is ready to share? Anyone else? Okay. സൽമാന ബഷീർ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എൻജോയ് ചെയ്തോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഗിരിജ മാം. സർ, നല്ല സെഷൻ ആയിരുന്നു. നിലവിൽ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബിസിനസ് എന്താ പ്ലാൻ ഉള്ളത്? എന്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യം, ഇഷ്ടം? ഫുഡ് ഡെലിവറി. ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് പേഴ്സണലി 1-to-1 സെഷൻ വേണം? ഞാൻ വേണമെങ്കിൽ ഗൈഡ് ചെയ്ത് തരാം, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. സർ, ഇൻട്രസ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാമിന്റെ നമ്പർ നമ്മുടെ കമന്റ് ചെയ്യാവോ? ഓക്കെ, നമ്പർ കമന്റ് ചെയ്തോളൂ. വേറെ ആർക്കാ ഇവിടെ 1-to-1 സെഷൻ ഫ്രീ ആയിട്ട് വേണ്ടത്? എൻ്റെ ഒരു 1-to-1 സെഷൻ വേണം, താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ നമ്മുടെ ടീമിന്റെ അടക്കമുള്ള ഒരു 1-to-1 സെഷൻ വേണമെന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്പർ താഴെ കമന്റ് ചെയ്യുക. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, ഷബ്ന മുനീർ, ജസ്റ്റ് കമന്റ് ആവും, നമ്പർ കമന്റ് ചെയ്തോളൂ. താല്പര്യമുള്ളവർക്ക് നമ്പർ കമന്റ് ചെയ്തോളൂ, ജസ്റ്റ് കമന്റ് ആവും. ഓക്കെ,
Shabnam Nair, please comment down. Very good, Usman. Very good, fantastic. Where are all Sakina? Number comment ചെയ്തോളൂ. 1-to-1 session വേണമെന്നുണ്ടെങ്കിൽ Akbar Ali, if you want, you can just put down your number. Akbar Aliയുടെ നമ്പർ അറിയാലോ നമുക്ക്. Okay, Salman Bashir, Abdul Hamid, Justin Thomas, Saudam, very good, fantastic. Okay, very good. Iqbal, Rayhan, very good, fantastic. Put down your numbers. നിങ്ങളുടെ നമ്പർ. സഫിയ സംസാരിക്കണോ? വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും നമ്പർ ഇടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇടാനുള്ള അവസാന അവസരമാണ്. 1-to-1 സെഷൻ ഉണ്ടാകും. 1-to-1 സെഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഓക്കെ, വെരി ഗുഡ് ഗിരിജ, വെരി ഗുഡ്. സഫിയ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീക്കിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ഇപ്പൊ പിൻവാങ്ങുകയാണ്. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ് സൈനിങ് ഓഫ്. വിഷിംഗ് യു എ ഗ്രേറ്റ് വീക്ക്. നിങ്ങളുടെ ഒരു വീക്കെൻഡും കൂടിയാണ്. നല്ലൊരു ഗ്രേറ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ബിസിനസ്സുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യട്ടെ. പഠിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തുടരുക. നമ്മുടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ടീമിന്റെ 1-to-1 സെഷൻ എടുക്കുക. ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സീ യു നെക്സ്റ്റ് വീക്ക്.